30 തദ്ദേശ വാർഡുകളിൽ 28 ഇടത്തായിരുന്നു മത്സരം നടന്നത്. കാസർഗോഡ് ജില്ലയിലെ മടിക്കൈ ഗ്രാമപഞ്ചായത്തിലെ കോളിക്കുന്ന്, കയ്യൂർ, ചീമേനി ഗ്രാമപഞ്ചായത്തിലെ പള്ളിപ്പാറ വാർഡുകളിൽ LDF സ്ഥാനാർത്ഥി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. ഒരു കോർപ്പറേഷൻ വാർഡ്, 2 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ, 3 മുനിസിപ്പാലിറ്റി വാർഡുകൾ, 22 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ എന്നിവിടങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. കൊട്ടാരക്കരയിലെ കൊട്ടാര വാർഡിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി A. വത്സമ്മ 900 വോട്ടുകൾക്ക് വിജയിച്ചു. പത്തനംതിട്ട കുമ്പഴ വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി സോബി റിജിയെ പരാജയപ്പെടുത്തി 3 വോട്ടുകൾക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥി ബിജിമോൾ മാത്യു വിജയിച്ചു. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിൽ ശ്രീവരാഹം വാർഡിൽ CPM സിറ്റിംഗ് സീറ്റ് നിലനിർത്തി. V. ഹരികുമാർ BJP മിനിയെ 12 വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. മൂവാറ്റുപുഴ നഗരസഭയിലെ 13-ാം വാർഡിൽ UDF സ്ഥാനാർത്ഥി മേരിക്കുട്ടി ചാക്കോ 65 വോട്ടിന് വിജയിച്ചു. പായിപ്ര പഞ്ചായത്ത് 10-ാം വാർഡിൽ UDF സ്ഥാനാർത്ഥി സുജാത ജോൺ 162 വോട്ടിനും വിജയിച്ചു. പായിപ്പറയിൽ LDFിൽ നിന്ന് UDF മണ്ഡലം പിടിച്ചെടുത്തു. കാരുകുളം പഞ്ചായത്തിലെ കൊച്ചുപള്ളി വാർഡിൽ CPM സിറ്റിംഗ് സീറ്റ് UDF പിടിച്ചെടുത്തു. UDF സ്ഥാനാർത്ഥി സേവ്യർ ജെറോൺ 169 വോട്ടുകൾക്കാണ് വിജയിച്ചത്. പൂവച്ചൽ പഞ്ചായത്തിലെ പുളിങ്കോട് UDF സിറ്റിംഗ് സീറ്റ് LDF പിടിച്ചെടുത്തു. CPMിലെ സയ്യിദ് സമർമതി 57 വോട്ടുകൾക്കാണ് വിജയിച്ചത്. പാങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ പുലിപ്പാറ UDF സിറ്റിംഗ് സീറ്റ് STP പിടിച്ചെടുത്തു. കോൺഗ്രസ് അവിടെ 3-ാമതായി. STP സ്ഥാനാർത്ഥി മുജീബ് പുലിപ്പാറ CPM സ്ഥാനാർത്ഥിയെയാണ് പരാജയപ്പെടുത്തിയത്. തിരുനാവായ എടക്കുളം ഈസ്റ്റിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ഉണ്ണിയാലൂക്കൽ അബ്ദുൽ ജബ്ബാർ വിജയിച്ചു. പുറമേരി ഗ്രാമപഞ്ചായത്തിൽ കുഞ്ഞല്ലൂരിൽ UDF അട്ടിമറി വിജയം നേടി. ഇടതിന്റെ ശക്തി കേന്ദ്രത്തിൽ UDF സ്ഥാനാർത്ഥിയായ കോൺഗ്രസിലെ പുതിയോട്ടിൽ അജയനാണ് 20 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ CPMിലെ KP വിവേകനെ പരാജയപ്പെടുത്തിയത്. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.